രാജീവർ അറസ്റ്റിലായി. ദേവതുല്യൻ ദൈവം തന്നെ അകത്താക്കി. കാരണം ദൈവം തന്നെ അകത്താക്കി എന്ന് തന്നെ പറയാം. കാരണം ഇനി കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ മകരവിളക്കാവാൻ. ആ മകരവിളക്കിന്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹം അറസ്റ്റിലായി. ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചതാണ്. ഭഗവാൻ അയ്യപ്പന്റെ നാളാണ്. വ്യക്തി അറസ്റ്റിലായെങ്കിൽ ഭഗവാന്റെ ഒരു കളി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്തൊരു മാറ്റവുമില്ല. അദ്ദേഹം അറസ്റ്റിലാവാനുള്ള പ്രധാന കാരണം ഈ പോറ്റിയുമായി 20 വർഷത്തെ അടുപ്പം. ഈ പോറ്റി ശബരിമല വരാൻ കാരണക്കാരൻ. അത് പോറ്റിക്ക് യാതൊരു ബന്ധമില്ല ശബരിമലയായിട്ട്. ശബരിമല വരാൻ കാരണം കണ്ഠര രാജീവരാണ്. ഇത് മാത്രമല്ല, ഈ പാളികളെയും മറ്റുള്ള മിനുക്കപ്പണികൾക്കും കാര്യങ്ങൾക്കും ഉത്തരവേണ്ടത് ആ നിർദ്ദേശം നൽകേണ്ട തന്ത്രിയാണ് ആ ശബരിമല ശാസ്താവിരിക്കുന്ന ഭാഗത്തും വിഗ്രഹമായാലും ആ പാളികളായാലും അതിനകത്ത് പണിചെയ്ത സ്വർണ്ണം കൊണ്ടുള്ള എന്ത് കാര്യമായാലും അതിന് ഉത്തരവ് വേണ്ട. കാരണം അത് രേഖാമൂലം ദേവസ്വം ബോർഡിനെ അറിയിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ ഒരു അഭാവം വരുമ്പോൾ അതിനകത്ത് സംശയം ഉന്നയിക്കും. അതിനകത്ത് അന്വേഷണം നടന്നപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പൈസകൾ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ പോറ്റിയുമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങൾ എന്തുവാണെന്ന് കണ്ടുകൊണ്ടായിരിക്കും SIT അറസ്റ്റ് ചെയ്തത്. SIT അറസ്റ്റ് ചെയ്തതിന് ഞാനൊരു കുറ്റം പറഞ്ഞില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയും അദ്ദേഹം പുറത്തു വരികയും ചെയ്യും. അപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ശാസ്താവ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമോ? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ദൈവതുല്യരായി നമ്മൾ കരുതുന്ന ചില ആളുകൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ അത് പിണറായി വിജയനാണോ ദൈവതുല്യൻ, അതോ VN വാസവനാണോ ചോദ്യം വന്നിട്ടുണ്ട്. ഇവരാരും അല്ലാത്ത ചില ചാനലുകളും മാധ്യമങ്ങളും എല്ലാം പിണറായി വിജയനാണോ അതോ കടകംപള്ളിയാണോ എന്നുള്ള ചർച്ചകളിലായിരുന്നു. സർക്കാർ ഇത് മുന്നോട്ട് ഇറങ്ങിക്കൊണ്ടില്ല. ഇത്രയും വലിയ കുടുംബത്തിലെ തന്ത്രി ഇത്രയും വലിയ അയാൾക്ക് എന്തും വേണ്ടി പണങ്ങൾ കോടാനുകോടികൾ ഉണ്ടായി കാണും. ഇത്രയും വർഷം ശബരിമലയിൽ നിന്ന് അയാൾക്ക് ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അയാൾ സത്യസന്ധമായി പോരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഈ മകരവിളക്ക് സമയത്ത് അങ്ങനെ ഒരിക്കലും അറസ്റ്റിലാകില്ല. കാരണം ദൈവം അദ്ദേഹത്തിനെ അറസ്റ്റിലാക്കാൻ സമ്മതിക്കില്ല. അയ്യപ്പൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അറസ്റ്റിലാക്കാൻ സമ്മതിക്കില്ലെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. നമ്മളിത് കാണുന്നത് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ ലജ്ജാകരമാകുന്ന ഒരു വാർത്തയാണ്. പഴയ ആ പാട്ടൊന്നും പറഞ്ഞം. പോറ്റിയേ കേറ്റിയേ സ്വർണം കട്ടതാരപ്പ കണ്ഠര രാജീവരാണപ്പ എന്നൊന്ന് മാറ്റണം. അപ്പം കണ്ഠര രാജീവരാണ് ഇപ്പോൾ അവസാനം 13ാം പ്രതിയായിട്ട് ഈ കേസിൽ വന്നിരിക്കുന്നത്. ഇനി ആരൊക്കെ വരാം, എന്തെല്ലാം ആരായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കും. ശാസ്താവിന്റെ മുതലെടുത്തിട്ടുണ്ടോ? അത് സത്യമാണെങ്കിൽ അവന്മാരെല്ലാം അകത്താവും. കാരണം കണ്ഠരരാജീവ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ വട്ടം അറസ്റ്റ് ആവത്തില്ല. കാരണം മണ്ഡലമാസം നടക്കുകയാണ്, മകരവിളക്കടുക്കാറായി. അപ്പം ദൈവം ഉണ്ടെങ്കിൽ എന്നുള്ളത് ഉറപ്പായി വരുന്നു. പിന്നെ ഇതിനെതിരെ ഇനിയിപ്പം കടകംപള്ളിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇന്നത് നമുക്ക് ഇനി കാണാം. കടകംപള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടകംപള്ളി അകത്താകും. ഒരാൾ ചുമ്മാ പറയുന്നതുകൊണ്ട് കടകംപള്ളി തെറ്റുകാരാണെന്ന് ഞാൻ പറയത്തില്ല. കടകംപള്ളി തെറ്റുകാരാണ്, പിണറായി വിജയൻ തെറ്റുകാരാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് നമുക്ക് വഴിയെ കണ്ടറിയാം. വേറൊരു കാര്യം, ഈ ഫോട്ടോയിൽ കാണുന്ന 3 പേരും തന്ത്രി കുടുംബത്തിലെ പ്രധാനികളാണ്. ഒന്ന് മോഹൻലാൽ തന്ത്രി കണ്ടത്. അയാൾക്കെതിരെ വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു പെണ്ണ് കേസുമായി, പീഡന കേസുമായി ബന്ധപ്പെട്ടൊക്കെ. ഇപ്പം സ്വർണ്ണക്കടത്തുമായിട്ട് കണ്ഠര രാജീവ് വരും. പിന്നെ കണ്ഠരരാജീവയുടെ പെങ്ങടെ മോനായ ഈ രാഹുൽ ഈശ്വർ, ഇദ്ദേഹം ഇപ്പോൾ കണ്ടില്ലേ ഗർഭം വലസിപ്പിക്കാൻ നടക്കുന്നവരുടെ കൂട്ടുകൂടി ജയിലിലൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം. ഇങ്ങനെ ക്യാപ്സൂളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അയാൾ സോഷ്യൽ മീഡിയ താരമല്ലേ, ഇയാൾ ക്യാപ്സൂളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇയാളെ പുച്ഛിച്ച് തള്ളുക. ഇപ്പം ഏഷ്യൻ ന്യൂസിലെ വിനുവൊക്കെ ഇയാൾ എന്തോ പറയുന്നത്, വിവരമില്ലെങ്കിൽ മിണ്ടായിരിക്കാനാ പറയുന്നത്. നാണമല്ലയോ? എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. വീണ്ടും കാണണം.